ഹലോ, എൻ്റെ പേര് ജോസഫ് എന്നാണ്. നാട്ടിൽ വിളിക്കുന്നത് ജിമ്മിച്ചൻ. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഞാൻ പഠിച്ചതൊക്കെ ആലപ്പുഴ TDHS ഹൈസ്കൂളിലാണ്. ആ പഠനത്തിന് ശേഷം എൻ്റെ 2 അമ്മാവന്മാരുണ്ടായിരുന്നു, കുഞ്ഞുമോനും കുഞ്ഞച്ചനും. തൊമ്മിന്ന് വിളിക്കും. അദ്ദേഹം ഇൻഡോറിൽ ഊട്ടി സിലിണ്ടർ കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന ശേഷം എൻ്റെ ഇളയ അമ്മാവനുമായ കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ആളുമായിട്ട് സബ് കോൺട്രാക്ടറായിരുന്നു പുള്ളി. അപ്പോൾ ആ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുകയും അങ്ങനെ ഒരു 1.5-2 വർഷത്തോളം വർക്ക് ചെയ്തു അവിടെ. ആ സമയത്താണ് മിസ്റ്റർ നേവിൽ ലോബോ നാട്ടിൽ ഇൻ്റർവ്യൂവിന് വരികയും സണ്ണി സാറിൻ്റെ ഫ്രണ്ടും ആയതുകൊണ്ട് എന്നെ അതിലേക്ക് ഉൾപ്പെടുത്തി എന്നെ UAE കൊണ്ടുവരാനും സാധിച്ചു. അങ്ങനെ ഞാൻ അബുദാബിയിൽ വന്നു. അങ്ങനെ ഉമ്മൻ സാറിൻ്റെ കൂട്ടത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം കൺസ്ട്രക്ഷനിലായിരുന്നു. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്നെ പുള്ളിക്കാരൻ മാറ്റി. അങ്ങനെ കുറേ കാലം പുള്ളിക്കാരനുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ്, ഞാനും പുള്ളിയും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അങ്ങനെ അതിനുശേഷം കുറേ നാൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നാളിന് ശേഷം പുള്ളിക്കാരൻ അവിടെ നിന്ന് റിക്കവർ ആയ ശേഷം പുള്ളി അമേരിക്കയിൽ പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ OT സിലിണ്ടർ കമ്പനിയിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജോസഫ് പഠിച്ച സ്കൂളിനെ പറ്റിയും നാട്ടിനെ പറ്റിയും വീട്ടിൽ അപ്പൻ മരിച്ചുപോയി. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് സാർ ഞങ്ങളുടെ ആക്സിഡൻറ്റ് നടന്ന് റിക്കവറായി പോലീസിൽ നിന്ന് റിക്കവറി വരുന്ന സമയത്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. പെട്ടെന്ന് ഒരു ഹാർട്ട് പ്രോബ്ലം ആയിരുന്നു. അമ്മയുണ്ട്. അമ്മ ആ അപ്പൻ്റെ ഇതിന് ശേഷം അമ്മ തീരെ വയ്യാതായി ഇരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നു. 3 പെങ്ങന്മാരാണ്. അവർ 3 പേരെയും കെട്ടിച്ചു വിട്ടു. അതിലൊരു പെങ്ങൾക്ക് ക്യാൻസറായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം എൻ്റെ അമ്മയും വൈഫും മക്കളും കൂടെ വീട്ടിലുണ്ട്. പ്രത്യേകിച്ച് വേറെ ആരുമില്ല അവിടെ. ജോസഫ് ബോംബെയിൽ ഇൻ്റർവ്യൂവിന് പോയെന്ന് പറഞ്ഞില്ലേ, അതൊന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. എങ്ങനെയാണ് പെട്ടെന്ന് ബോംബെയിൽ പോയത്? അത് സാറ് ഇവിടുന്ന് പറഞ്ഞ അനുസരിച്ച് നേവൽ ലോബോ ത്രൂ അമ്മാവനുമായിട്ട് അറിയിച്ച ശേഷം നമ്മുടെ മിഥിൽ ദേശായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയും അവിടുന്ന് മലയാളിയിൽ പോയിട്ട് ഹോട്ടലിൽ പോയി ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ലോബോ അന്ന് എന്താ ചോദിച്ചത് ലിഫ്റ്റിനെ പറ്റി? ലോബോ ചോദിച്ചത് നമ്മുടെ DBGയെ പറ്റി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗൈഡിനെ പറ്റി മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ സാലറി പാക്കേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വേദിക്ക് എത്തി. അബുദാബിയിലോട്ടായിരുന്നു പോസ്റ്റിങ് നേരിട്ട് കിട്ടിയത്? അത് സാറ് പറഞ്ഞതുകൊണ്ട് അബുദാബിയിലേക്ക് എന്നെ അവിടെ ദുബൈയിൽ 25 ദിവസം ഇരുത്തിയെങ്കിലും എന്നെ എങ്ങും ജോലിക്ക് കൊണ്ടുപോയില്ല. അപ്പോൾ ഇവിടുന്നുള്ളൊരു പ്രഷർ കൊണ്ട് പറഞ്ഞു ഇല്ല അബുദാബിക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അബുദാബിയിലേക്ക് തന്നെ ആയതുകൊണ്ട് നിർത്തിയിരുന്നു. ഓക്കെ. അബുദാബി വന്നിട്ട് പെട്ടെന്ന് ഇൻഡോറിൽ നിന്ന് അബുദാബി വന്നപ്പോൾ എന്തായിരുന്നു ഒരു സാഹചര്യം തോന്നിയത്? കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. പിന്നെ 3 വർഷത്തേക്കെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ്. പക്ഷെ ഇന്ന് 30 വർഷമായി. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ സാറിനെ വീണ്ടും തിരിച്ചു കാണാൻ പറ്റിയതിൽ വളരെ വളരെ താങ്ക് യു ജോസഫ്. ഇൻഡോറിൽ അങ്ങനെ ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ മാത്രമല്ലേ ചെയ്തുള്ളൂ, ബ്രാക്കറ്റ് പോയി ഫിക്സ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിലല്ലേ ജോലി ചെയ്യുന്നത്. ഇതെങ്ങനെ പഠിച്ചെടുത്തു ഈ കാര്യങ്ങൾ, ഇത് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ? അത് എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോടൊക്കെ വളരെ ഇതാണ്. ഒരു സാധനം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ക്യാപ്ചർ ചെയ്യാനുള്ളൊരിത് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് മാറി ചിന്തിക്കാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എനിക്കിതിൻ്റേതായിട്ട് വലിയ പഠിപ്പോ ഒന്നുമില്ല. പക്ഷേ അവിടെ വന്ന് ചെയ്തതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. അന്ന് വന്നപ്പോൾ ഇവിടെ എയർപോർട്ട് റോഡിലുള്ള ഒരു അക്കോമഡേഷനിലായിരുന്നല്ലോ, അവിടെ അല്ലേ ആയിരുന്നു? അല്ല, അദ്ദേഹം ക്യാമ്പിലായിരുന്നു, അൽമരിയ ക്യാമ്പിലായിരുന്നു. അൽമരിയ ക്യാമ്പിൽ അവർ ഫുഡൊക്കെ തരുമായിരുന്നു അവിടെ. അത് നല്ലതായിരുന്നു. അന്നത്തെ 95 നമുക്ക് 700 dirhams പെർ ഹെഡ് കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് വളരെ ഹൈ ആണ്. അക്കോമഡേഷൻ ഒക്കെ ഒരു റൂമിൽ 3 പേര്. ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വരും, വണ്ടി കയറിയിരുന്ന റൂമിൽ എല്ലാ സാധനവും അവർ ചെയ്തോളും. നമ്മളൊന്നുമില്ല, നമ്മുടെ ഡ്രസ്സെല്ലാം അവിടെ ഇട്ട് കൊടുത്താൽ മാത്രം. അതൊരു 2 years അങ്ങനെ ഉണ്ടായിരുന്നു. 2 years ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കറണ്ടിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കും പിന്നെ അബുദാബി നമ്മുടെ വില്ലയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഒരു 17 വർഷം വില്ലയിൽ താമസിപ്പിച്ചു. അത് കൺസ്ട്രക്ഷൻ സർവീസ് മിക്സ് ആയിരുന്നു. അവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയായിരുന്നു? നല്ല അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം ഒരു വീട് ഇങ്ങനെ ഒരു കുടുംബം പോലെ ആയിരുന്നു. എല്ലാവരും സ്വന്തമായിട്ട് എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ വെച്ച് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു പോയത്. അപ്പോൾ അവിടുന്ന് നമുക്ക് വില്ലയൊക്കെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പം പിന്നെ ഞാൻ ഔട്ട്സൈഡ് അലവൻസ് മേടിച്ച് HRA മേടിച്ചിട്ട് വെളിയിലേക്ക് താമസം മാറി. അന്നേരത്തേക്ക് സാറ് പോവുകയും ചെയ്തു.
അന്ന് ഉണ്ടായിരുന്ന പഴയ ആ റൂമിലുണ്ടായിരുന്ന താഴത്തെ മുകളിലത്തെ നിലയുണ്ടായിരുന്ന പഴയ ആൾക്കാരുടെ പേരുകൾ ഓർമ്മയുണ്ടോ? ആരുടെയിലൊക്കെ ഒന്ന് പിന്നെ പറയാം. ഞങ്ങൾ താമസം ഒന്നിച്ച് ചില നമ്മുടെ CD സാജു, പുള്ളി ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് ശരി. പുള്ളി ഇപ്പോൾ ഇവിടെ തൈസലിൽ കയറി. ആ ഒന്ന് വിളിക്കാൻ പറയണേ. ഞാൻ പറയാം. പുള്ളിയുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും പോയി. അതിനകത്ത് സോമേട്ടൻ ഉണ്ടായിരുന്നു, സോമേട്ടൻ മരിച്ചുപോയി. പിന്നെ നമ്മുടെ ജെയിംസ് ഉണ്ട്, ആന്റണി ഉണ്ട്, ജോൺ ഉണ്ട്, ഗോപാൽ ഉണ്ട്. ഗോപാൽ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഓ ശരി. ഏത് കമ്പനിയിലെ? ഗോപാൽ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നു. ഓ ശരി. അത് ഗോപാലിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നല്ലോ. അതിപ്പോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പം വിളിക്കാം. ആ ഓക്കെ. ഒന്ന് താഴെ വന്നാലോ അല്ലെ ഇവിടെ നിന്ന് വന്നാലോ ഞാൻ ഇന്റർവ്യൂ എടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ 12 മണി വരെ ഉണ്ട്. പിന്നെ ഗോപാലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആനന്ദുണ്ട്. പിന്നെ ആനന്ദ് പോയി, ഇപ്പൊ റിസൈൻ ചെയ്ത് പോയി. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ഇലക്ഷനിലുണ്ടായിരുന്ന ഒരു നല്ലൊരു പയ്യനുണ്ടല്ലോ, റാഫി ഇപ്പോഴത്തെ ഇവിടുത്തെ ലീഡാണ്. ആണോ? ഏത് ഓട്ടീസിലുണ്ടോ? ഓട്ടീസിൽ. ഓ അത് ശരി. റാഫി അന്വേഷിച്ചായിട്ട് പറയണേ. കൺസ്ട്രക്ഷന്റെ ഏറ്റവും വലിയ ലീഡാ പുള്ളി. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഈ 30 വർഷമായിട്ട് അല്ലെ 35 വർഷമായിട്ട് നിൽക്കുന്നതിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ? ഇപ്പൊ ഞാനും സാജു മാത്രമേ ഉള്ളൂ സീനിയോറിറ്റി ഉള്ള ആള്. പിന്നെ വേറെ ഗോപാലുണ്ട്, വേറെ കമ്പനിയാണ് നമ്മുടെ. പക്ഷെ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഉമേഷ് അല്ല, അവനിപ്പോഴും സീനിയർ എക്സാമിനർ. ഫാമിലി ഇവിടെ ഉണ്ടല്ലേ? ഇല്ല, ഫാമിലി എല്ലാം പോയി. അവരൊക്കെ എവിടെ താമസിക്കുന്നത്? അവൻ മുസഫയിൽ അവിടെ HR എടുത്തിട്ട് താമസിക്കുക. പുള്ളിയുടെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളൊക്കെ പോകുമ്പോൾ, ഞാനൊക്കെ പോകുമ്പോൾ ഇവിടെ MCS 321 പിന്നെ റീമൈലൻ്റെ 4 മീറ്റർ പെർ സെക്കൻഡ് ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ എത്ര മീറ്റർ സ്പീഡാണ്? ഏറ്റവും ഹൈസ്റ്റ് 6 മീറ്റർ ഒക്കെ നമ്മുടെ ഷംസിൽ ഒക്കെ ഓടുന്നുണ്ട്. 6 മീറ്റർ ഓടുന്നുണ്ട്. നന്നായിരിക്കുന്നോ? കുഴപ്പമില്ല. ആവറേജ് ഔട്ടൊക്കെ. ഇവിടെ ഇപ്പൊ മാൻ പവർ ഒക്കെ ഷോർട്ടേജ് ആണ്. അതായത് ഒരാളെ ഇപ്പൊ വലിയ ടവറിലൊക്കെ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മെയിൻ്റെനൻസ് നടത്താൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ എന്തൊക്കെയോ അൽവാദ മോളെ എങ്ങനെയുണ്ട്? നമ്മളെ ഞങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ പഴയ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട്. നമ്മളെല്ലാവരും 2.5 ഒക്കെ ഓടുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എസ്കലേറ്ററൊക്കെ ഓടുന്നുണ്ട്. എല്ലാം ഓടുന്നുണ്ട്. എസ്കലേറ്ററൊന്നും പ്രോബ്ലം ഇല്ല. അതിന്റെ ഡ്രോയിങ് മുഴുവൻ ഞാനാണ് ചെയ്തത്. അതിന്റെ ഈവൻ ആസ്ബിലിറ്റി വരെ ചെയ്തിട്ടാണ് ഞാൻ പോയത്. താങ്ക് യു ജോസഫ്. കമ്മിങ് ബാക്ക്, ഈ സർവീസിൽ രാവിലെ എത്ര മണിക്കാണ് രാവിലെ പോകുന്നത്? എന്തൊക്കെയാണ് റൂട്ടീൻ? ശരിക്കും 8:30 to 5:30 നമ്മുടെ ഡ്യൂട്ടി ടൈം. എന്തോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ? ലീഡാണോ? എന്താണ്? ഞാനിപ്പം കോർഡിനേഷൻ മാത്രമേ ഉള്ളൂ, വർക്ക് കോർഡിനേഷൻ മാത്രമേ ഉള്ളൂ. ട്രബിൾ ഷൂട്ടിംഗ് ഒന്നും പോകണ്ട? ഒന്നിനും പോകത്തില്ല. സർവീസ് ടൂൾ ഉണ്ടോ കയ്യിലെ? സർവീസ് ടൂളൊക്കെ ഉണ്ട്. ഞാനിതുവരെ തൊട്ടിട്ട് ഒരുപാട് നാളായി. സർവീസ് ടൂൾ അല്ല, ഇപ്പം നമുക്ക് ഇതാണ് ഡോങ്കലാണ്. സർവീസ് ടൂളൊക്കെ ഒരു ചെറിയൊരു അഡാപ്റ്റർ പോലെ അവിടെ കൊണ്ട് കുത്തിയിട്ട് നമ്മുടെ മൊബൈലിൽ ഇത് ചെയ്ത് നമ്മുടെ മൊബൈലിലോട്ട് സാധനം വരും. സർവീസ് ആപ്പ് ഉണ്ട് അതിനകത്ത്. കസ്റ്റമർക്കും അതിൽ വല്ലതും ഫീഡ് ചെയ്യോ? ഇല്ല, കസ്റ്റമർക്ക് ഇപ്പം നമ്മൾ വേറൊരു സംവിധാനം വരുന്നുണ്ട്. കസ്റ്റമർക്ക് നമുക്കിപ്പോൾ ഇനിയിപ്പം ബിൽഡിങ്ങിൽ പോകാതെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ റീസെറ്റ് ചെയ്യാവുന്ന സംവിധാനം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോസഫിന് ഈ ലിഫ്റ്റ് ലൈനിൽ എത്ര % ഒരു മനസ്സിന് സുഖം തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല ജോലിക്ക് പോകണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും? അല്ല, അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ മാനേജ്മെന്റ് മാറി ഈ നമ്മളെ ഞെരുക്കുന്നത് കൊണ്ട് തോന്നുന്നുണ്ട് വിട്ടിട്ട് പോകണം. പിന്നെ തന്നെയല്ല, 30 വർഷമായി എൻ്റെ ലൈഫിൽ ഏകദേശം ഒരു ഇനി ഫാമിലിയുടെ കൂടെ നിൽക്കണമെന്നുള്ള ഫാമിലിക്കും അങ്ങനെ ഒരു തോന്നണം വന്നതുകൊണ്ട് പിന്നെ ഇവരും നമ്മളെ തെറിപ്പിക്കാനുള്ളൊരു സംവിധാനത്തിലേക്ക് പോകണം. കാര്യം അവർക്ക് ഈ വലിയ സാലറി അഫോർഡ് ചെയ്യുന്നതിന് അവർക്ക് ഒരു എന്നെ പറയുവാണെങ്കിൽ കളയുവാണെങ്കിൽ ഒരു 3-4 പേരെ അവർക്ക് കൊണ്ടുവരാം. ഇപ്പൊ ഏത് രാജ്യത്തു നിന്നാണ് ഇപ്പൊ ഈ ടെക്നീഷ്യൻസ് ഒക്കെ? അങ്ങനെയൊന്നുമില്ല. എവിടെ ഇപ്പൊ നമ്മുടെ ആള് പോയിട്ടുണ്ട്. ബോംബെ, ഡൽഹി, കൊച്ചി പോയിട്ടുണ്ട്. വരാനാ ഇപ്പൊ എന്നാ സാലറി കൊടുക്കുന്നുണ്ട്? ആവറേജ് സർവീസ് സ്റ്റാർട്ടിങ് നല്ലൊരാളാണെങ്കിൽ ഒരു 4 രൂപയുടെ മേളിൽ കിട്ടും. 4000 ദിർഹംസ്. പിന്നെ അക്കോമഡേഷൻ ഫ്രീ. അക്കോമഡേഷൻ ഫ്രീ. ഓവർ ടൈം ഒക്കെ? ഓവർ ടൈം ഇനി സ്റ്റോപ്പ് ആകുകയാണ്. ഇപ്പം ചില പ്രൊജക്റ്റിൽ മാത്രമേ ഉള്ളൂ ഓവർ ടൈം. ബാക്കി അവിടുന്ന് ഓവർ ടൈം ഇല്ല. ഈ എസ്കലേറ്ററൊക്കെ വർക്ക് ആരാ ചെയ്യുന്നത് ശരിക്കും? ഇപ്പൊ ഒരു പയ്യനുണ്ട്, എബിൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ഞാൻ വന്ന സമയത്ത് കുറെ വർഷമായി ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട്. സ്റ്റാർട്ടിങ് ഞാൻ അന്നേരം വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്റെ കൂടെ വന്നത്. അപ്പൊ ഞാൻ അവന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഇപ്പൊ ആള് സീനിയർ റിപ്പയർമാൻ ആക്കി വെച്ചിരിക്കുകയാണ്. എയർപോർട്ടൊക്കെ ഉണ്ടോ? അല്ല, അതൊക്കെ വേറെ ഗ്രൂപ്പ്. അത് വേറെ സെപ്പറേറ്റ് ഗ്രൂപ്പായി. തന്നെയല്ല, നമ്മുടെ പഴയ യൂണിറ്റ്സ് ഒക്കെ അവർ കളഞ്ഞു. അതെല്ലാം കളഞ്ഞു. ഓ ശരി. അതായത് കമ്പനിക്കാ കിട്ടിയെന്നറിയാം? അതിപ്പോ തൈസന്റെ വേറെ ടീമിന്റെ ആരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നു. ജോസഫ്, മൊത്തത്തിൽ പറഞ്ഞാൽ ഡയറക്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാ? ടൈം ടിക്കറ്റ് വല്ലതും കൊടുക്കണോ? ടൈം ഷീറ്റ് ചുമ്മാ ഫില്ല് ചെയ്യുന്നു. ആർക്കാ കൊടുക്കുന്നത്? മീൻസ് സൂപ്പർവൈസർ ആരാ? അതിന്റെ മേളിലുള്ളൊരു പാകിസ്ഥാനിയാണ്. അവൻ എന്ത് പഠിച്ചിട്ടാണ്? അവരെ എന്തൊക്കെയോ പഠിച്ചെന്നാ എഞ്ചിനീയർ പറഞ്ഞാ വന്നിരിക്കുന്നത്. പക്ഷേ എഞ്ചിനീയർ പോയിട്ട് എത്ര ആളായി?
ഇപ്പൊ അടുത്ത റീസെന്റ് ഇപ്പൊ ഒരു വർഷം വരെ ഞാൻ ഓടിച്ചോണ്ടിരുന്നത് സൂപ്പർവൈസർ ഇല്ലാതെ വെറും ഞാൻ മാത്രം നിന്നിട്ടാണ് ഇത് ഓടിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ സൂപ്പർവൈസർമാർ പോയിട്ട് പിന്നെ നമ്മൾ എന്നോട് പറഞ്ഞു, പക്ഷെ നമുക്ക് താല്പര്യമില്ല, ഇനി നമുക്ക് എടുത്ത് വെക്കാൻ വെക്കാൻ താല്പര്യമില്ല. ഈ 6 മീറ്റർ പെർ സെക്കൻഡിന്റെ ഡ്രൈവ് എന്തോ MCB ബോർഡൊക്കെ നമ്മുടെ കസ്റ്റഡിയിലില്ല, ACD MR-ലാന്ന് തോന്നുന്നു. നമ്മുടെ കസ്റ്റഡിയിൽ നമുക്ക് അങ്ങോട്ട് പോകണ്ട. അതിൻ്റെ അതൊന്നും ആദ്യം വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല നമുക്ക് അങ്ങോട്ടെങ്കിലും പോകേണ്ട വന്നിട്ടില്ല. നമുക്കൊരു MK ട്രേഡിന്റെ അപ്പുറം സേഫ് ടവർ ഒക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഉണ്ടോ ഇപ്പോഴും? അത് സേഫ് ടവർ അവര് മോഡ് ചെയ്തെന്ന് തോന്നുന്നു. സ്റ്റാലിന് വേറെ സൂപ്പർവൈസർ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ആ ബിൽഡിങ്ങും അതൊക്കെ ഉണ്ട്. നമ്മൾ തന്നെയാണ് എല്ലാം. നാഷണൽ സിനിമ നമ്മുടെ ഇന്ന് പോയി മിസ്സൂഷി എടുത്തു. 2 ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അല്ലല്ല 5 ലിഫ്റ്റുള്ള നമ്മുടെ ആൾക്കാർ താമസിക്കുന്നില്ല. ഓക്കെ, നാഷണൽ സിനിമ അത് അതിനകത്ത് മിസ്സൂഷി മോഡ് ചെയ്ത്. അതിൻ്റെ അത് ഓഫീസ് ബില്ല് ലിഫ്റ്റും ഉണ്ടായിരുന്നല്ലോ, എസ്കലേറ്ററും എല്ലാം എടുത്ത് കളഞ്ഞോ? എല്ലാവരും മിസ്സൂഷി എടുത്ത്. അല്ല ഇപ്പൊ നമ്മുടെ ജോബെല്ലാം പിടിക്കുക തൈസനും. അതായത് ആ ലിഫ്റ്റ് തന്നെ അവര് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, അവർ മാറ്റി മോഡ് ചെയ്ത് അവരുടെ മെഷീനും അവരുടെ കൺട്രോളറും എല്ലാം ഇട്ടു. നമ്മുടെ ഒന്നും യൂസ് ചെയ്തില്ല, കേബിനും എല്ലാം എടുത്ത് മാറ്റി. ആൻഡ് ദേ ആർ ഡൂയിങ് ഓക്കെ. അവരിപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് തൈസനും മിസ്സൂഷിയും മറ്റുള്ള കമ്പനികളൊക്കെ നമ്മളെ ടേക്ക് ഓവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. ജോസഫ് ഏറ്റവും അവസാനം നാട്ടിൽ പോയതാണ്? ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 3 മാസം. വർഷത്തിൽ ഒരു തവണ പോകാൻ പറ്റുന്നുണ്ടോ? ഞാൻ വർഷത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ ഞാൻ മരിച്ചുകൊണ്ടായിരുന്നു. കോവിഡ് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ഒരു 28 ദിവസം കിടന്ന ന്യൂമോണിയ ആയിട്ട്. അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ നാട് പിടിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ അതിന് ശേഷം മൊത്തത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആ റൊട്ടീനൊക്കെ തെറ്റിപ്പോയി. മറ്റേ നമ്മൾ വർഷത്തിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. അപ്പം അതിപ്പോൾ 2 പ്രാവശ്യം എന്നാലും പോകുന്നുണ്ട്. ഇപ്പം മിക്കവാറും അടുത്ത മാസം ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്, ഒരു 10 ദിവസത്തേക്ക്. വൈഫും പിള്ളേരൊക്കെ വരാറുണ്ടോ? ഇങ്ങോട്ട് 1 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് വരാൻ താല്പര്യമില്ല. മനസ്സിലായി. ഓക്കെ. ജോസഫ് ഇടയ്ക്ക് ഇപ്പം ഡ്രൈവ് ചെയ്യുമല്ലോ? 10 വർഷത്തിന് മേളിലായി. അന്ന് ഇടയ്ക്ക് ഒരു ട്രാഫിക് ഫൈൻ കിട്ടിയത് പറഞ്ഞു, അതെന്തായിരുന്നു? അത് റെഡ് സിഗ്നലിൽ ചാടിയതാണ്. എന്നിട്ട് റെഡ് സിഗ്നലിൽ പോയപ്പോൾ എന്തോ അവർ ഉടനെ പോലീസ് റഡാർ പിടിക്കുമോ? ഇല്ല, അത് റെക്കോർഡിംഗ് ക്യാമറ ആയിരുന്നു. ഓൺലൈൻ ക്യാമറ ആയിരുന്നെങ്കിൽ അന്നേരം വരുമായിരുന്നു, ഓൺ ദ സ്പോട്ടിൽ വരും. പക്ഷേ റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാനും വിചാരിച്ചു വരത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ പിന്നീട് വന്നു. ഒരു 2 മാസത്തോളം അതിന്റെ പുറകെ പോലീസ്. എത്ര ഫൈൻ അടിച്ചത്? 3000 സംതിങ് മേളിൽ ഫൈനും 1 മന്ത് ജയില്. വണ്ടി ജയിലിലിടണം. വണ്ടി നമ്മൾ പോകണ്ട. വണ്ടിയിൽ GPS ഫിറ്റ് ചെയ്തിട്ട് അവർ ലോക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാർക്കിങ്ങിൽ ഇട്ടേക്കും. അവിടുന്ന് അനക്കാൻ പറ്റത്തില്ല, അനക്കിയ ഫൈൻ. റെഡ് കട്ട് ചെയ്ത് ആ റെഡ് കട്ട് ചെയ്ത് രക്ഷപ്പെട്ടു. നമ്മുടെ എമിഗ്രേഷൻ ബ്രിഡ്ജില്ലേ, അതിന്റെ താഴത്തെ സിഗ്നൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ അങ്ങനെ വണ്ടി കുറവാണ്. മേ ബി വേറെ സിഗ്നലിലായിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ട് വേറെ വണ്ടി വന്ന് ഇടിച്ച് പോയേനെ. അപ്പൊ അങ്ങനെ അവർ ചാടി. ഇപ്പം റെഡ് സിഗ്നൽ ചാടിയ 50 ലക്ഷമാണ്. 50 ലക്ഷം ഫൈൻ. അത് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് തിരിച്ച് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം ഫൈനും വണ്ടിയും പിടിച്ചിടും. എല്ലാം പോയി. കാരണം ഇപ്പൊ വണ്ടി ഓടിക്കാൻ തന്നെ പേടിയാ. അങ്ങനെ അതാണ് അബുദാബി, ദുബായ് അല്ല അല്ലേ? ദുബായ് ഓഫീസിൽ പോകാറുണ്ടോ? പുള്ളിക്കാറുണ്ടോ? വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇയർലി വല്ലതും? ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ പോകാറുണ്ട്, ട്രെയിനിങ് ആ പർപ്പസൊക്കെ. ഇപ്പൊ പിന്നെ ഞാൻ ഒന്നിനും പോകാറില്ല. കാര്യം നമുക്കിനി എന്തിനാ ട്രെയിനിങ് ഇനി എടുത്തിട്ട്. ആരുണ്ട് അവിടെ പഴയ ഓഫീസിൽ? ആരെങ്കിലും ഉണ്ടോ? പഴയത് ആരുമില്ല. സ്റ്റോറൊക്കെ എവിടെയാണ്? നമ്മുടെ സ്റ്റോറൊക്കെ ഇപ്പൊ ഉണ്ട് കറണ്ടിലി. ഇപ്പൊ എല്ലാം ജബലാലിയിലോട്ട് ഷിഫ്റ്റ് ആയി അറാംകോ ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ട് ഇനി മുതൽ കൊറിയറാണ് നമുക്ക് സാധനം വരുന്നത്. നമ്മളാരും എങ്ങും പോകണ്ട, നമ്മൾ സൈറ്റിൽ നിന്ന് അവിടെ സാധനം കൊണ്ട് അങ്ങനെ ഒരു സംവിധാനം. പാർട്ട് നമ്പർ അയച്ചു കൊടുത്താൽ മതി അല്ലേ? പാർട്ട് നമ്പർ നമ്മുടെ മൊബൈലിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അവർക്ക് പോകും. അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സാധനം കിട്ടും. അങ്ങനെയുള്ള പരിപാടിയിലൊക്കെ. ജോസഫ് നാട്ടിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് അബുദാബി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ശരിക്കും പറഞ്ഞാൽ? ഇഷ്ടപ്പെട്ട സ്ഥലം നാട് തന്നെയാണ്. നമുക്ക് നാട് തന്നെ എപ്പോഴും ഇഷ്ടം. മധ്യപ്രദേശിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല ഇതായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഒറ്റപ്പെടലൊക്കെ ആയിരുന്നു. നമ്മൾ അമ്മാവന്മാരുടെ കൂടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ പിന്നെ കൂട്ടുകാരൊക്കെ ആയ ശേഷം പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അബുദാബി വന്ന് സെറ്റായി കഴിഞ്ഞു. പിന്നെ ഇവിടെ നല്ല കൂട്ടുകാരും കാര്യങ്ങളും എല്ലാം ആയി. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും വേറെ അല്ലേ. അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. ഇത് കുഴപ്പമില്ല. ജോസഫ് ഒരു 1 മുതൽ 5 വരെ നമ്മളൊരു മാർക്ക് കൊടുത്താൽ ജോസഫിന്റെ ലൈഫ് ഈ 30 വർഷം ഓട്ടിച്ച് ജോയിൻ ചെയ്തതിന് എത്ര മാർക്ക് കൊടുക്കും? 2, 4, 3? 5 കൊടുക്കും. കാര്യം എൻ്റെ ലൈഫ് അതുപോലെ നല്ല രീതിയിലാണ് പോണത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
പക്ഷേ എല്ലാം തരണം ചെയ്ത് നമ്മൾ സ്വപ്നത്തിൽ കണ്ടതിലും അതിൽ ഇതാണ് അല്ലേ? നല്ലതാണ്. കാര്യം ഇങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം എൻ്റെ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇനി വേറെ ഒരു സ്റ്റൈലാണ്, ചിലപ്പോൾ ആ രീതിക്ക് പോകുമായിരിക്കും. എന്നാലും ഒരുപാട് പേരെയൊക്കെ സഹായിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. താങ്ക് യു ജോസഫ്. ഇത്ര സമയം എന്നോട് ചിലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങോട്ടും താങ്ക് യു.